ख्वाहिश नहीं है और that is why I need you people, you youngsters, girls like शहर की फसल कौन काट रहा है? ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ പോളിംഗ് ബൂത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജോസഫിന് മുന്നിൽ ഇടതുമുന്നണിയുടെ വാതിലടച്ച് പിണറായി വിജയൻ. മുന്നണി വിട്ടവർക്ക് തോന്നിയതുപോലെ കയറി വരാനുള്ള സ്ഥലമല്ല ഇടതുമുന്നണി. പി ജെ ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് വൈക്കം വിഷൻ വിളിക്കുമെന്ന് കരുതുന്നില്ല. ഇടതുമുന്നണിയിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് പി ജെ ജോസഫ്. ഇടുക്കി സീറ്റ് കോൺഗ്രസിന്റേതെന്ന് വി എം സുധീരൻ. മൂന്നാം ബദൽ യാഥാർത്ഥ്യമായെന്ന് മൂന്നാം മുന്നണി നേതാക്കൾ. കേന്ദ്രത്തിൽ അഴിമതി വിരുദ്ധ മതേതര സർക്കാർ രൂപീകരിക്കും. മോദി മാറിയാലും ബി.ജെ.പിയെ പിന്തുണയ്ക്കില്ലെന്ന് നിതീഷ് കുമാർ. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രകാശ് കാരാട്ട്. ബീഹാറിൽ ലാലു നിതീഷ് പോര് മൂർച്ഛിക്കുന്നു. പാർട്ടിയിൽ തിരിച്ചെത്തിയ എംഎൽഎമാരെയും കൂട്ടി ലാലു അസംബ്ലിയിലേക്ക് മാർച്ച് നടത്തി. കൂറുമാറ്റ വിവാദം നിതീഷിനെ തിരിഞ്ഞുകുത്തുന്നു. മുസ്ലിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ സന്നദ്ധമാണെന്ന് ബി.ജെ.പി. എന്നാൽ അത്തരമൊരു വീഴ്ചയും ബി.ജെ.പിക്ക് സംഭവിച്ചിട്ടില്ലെന്നും ദേശീയ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ്. മുന്നണി വിട്ടവർക്ക് തോന്നിയതുപോലെ കയറി വരാനുള്ള സ്ഥലമല്ല ഇടതുമുന്നണിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പി ജെ ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് വൈക്കം വിഷൻ വിളിക്കുമെന്ന് കരുതുന്നില്ലെന്നും പിണറായി പറഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ മണ്ണാങ്കട്ടയാണെന്ന കരീമിന്റെ പ്രസ്താവനയെയും പിണറായി വിജയൻ പിന്തുണച്ചു. പി ജെ ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. സീറ്റ് വിഭജനം നടക്കുമ്പോൾ യു.ഡി.എഫിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കം സ്വാഭാവികമാണ്. വൈക്കം മിഷൻ അങ്ങനെ ക്ഷണിക്കാനൊന്നും വഴിയില്ല. അങ്ങനെ ഞങ്ങളെന്താ കാണുന്നവരെല്ലാം ക്ഷണിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങളാരും ആരെയും ക്ഷണിക്കാൻ നിൽക്കുകയല്ല. യു.ഡി.എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരെയെങ്കിലും ഞങ്ങൾ ക്ഷണിക്കും. ഇവിടെ നിന്ന് വിട്ടുപോയവർ ഒരു ദിവസം തോന്നിയാൽ ഇങ്ങോട്ട് പോരാൻ പറ്റുന്നൊരു മുന്നണിയല്ല എൽ.ഡി.എഫ്. എൽ.ഡി.എഫ് എന്ന് പറയുന്നത് എൽ.ഡി.എഫിനകത്ത് ആര് വരണം എന്നുള്ളത് എൽ.ഡി.എഫ് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ടി പി ചന്ദ്രശേഖരൻ വിഷയത്തിൽ എളമരം കരീമിന്റെ പ്രസ്താവന ക്ഷീണമാകുന്നത് ചന്ദ്രശേഖരനെ മഹത്വവൽക്കരിക്കാൻ പാടുപെടുന്നവർക്കാണെന്നും പിണറായി പറഞ്ഞു. വടകരയും നാദാപുരമൊക്കെ അയാൾ ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. ഞാനിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. ആ നിശ്ചയത്തിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ടാവും. ഇപ്പോൾ അത് മാധ്യമങ്ങൾക്ക് പ്രത്യേക ഉദ്ദേശത്തോടെ മഹത്വവൽക്കരിക്കാൻ ഉദ്ദേശം കാണും. പക്ഷെ അത് കണ്ടിട്ട് അതിനെ ഏറ്റുപിടിച്ച് അതിൻ്റേതായ വക്താക്കളും വന്നു തുടങ്ങിയാൽ മറുപടി ഉണ്ടാകുമെന്ന് അവർ കണക്കായിക്കൊള്ളണം. വടകര മണ്ഡലം ഇത്തവണ എൽ.ഡി.എഫ് തിരിച്ചുപിടിക്കും. അത് നന്ന കാലത്ത് തന്നെ യു.ഡി.എഫ് പൊട്ടിപ്പോവും. അത്തരം ഒരു മണ്ഡലമായിരിക്കും, ഒരു സംശയമില്ല. അതൊന്നും ഇതിനകത്തൊരു വിഷയമായിട്ടേ വരുന്ന കാര്യം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേലുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ റദ്ദാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്. ഇടതുമുന്നണിയിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടേയില്ലെന്ന് കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് വ്യക്തമാക്കി. അതേസമയം ഇടുക്കി സീറ്റ് വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും. കൊച്ചിയിൽ ചേർന്ന ജോസഫ് വിഭാഗം എംഎൽഎമാരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമായി തുടരുമെന്ന സൂചന നൽകുന്നതായിരുന്നു പി ജെ ജോസഫിന്റെ പ്രസ്താവന. ഈ ആവശ്യം പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. ഇടതുമുന്നണിയിലേക്ക് പോവാൻ ആലോചിക്കുന്നില്ല. തോമസ് ഐസക്കുമായി രാഷ്ട്രീയ ചർച്ച നടന്നിട്ടില്ലെന്നും പി ജെ ജോസഫ് പറഞ്ഞു. അല്ല, എൽ.ഡി.എഫിൻ്റെ കാര്യം ആലോചനയില്ല. ഇല്ല സാർ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ വെച്ച് കണ്ടുവെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ചർച്ചയൊന്നും നടന്നിട്ടില്ല. ആ വിഷയം പരിഹരിക്കണമെന്നുള്ള ആവശ്യം നമ്മൾ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിൽ സൗഹൃദ മത്സരത്തിനുണ്ടോ എന്ന ചോദ്യത്തോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. ഇല്ല. എൽ.ഡി.എഫിലേക്ക് ക്ഷണിച്ചതിൽ നന്ദിയുണ്ടെന്ന് ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴയിൽ പറഞ്ഞു. ഇടുക്കി സീറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടും. ക്ഷണത്തിനൊക്കെ വളരെ നന്ദി, അതിനൊക്കെ വളരെ നന്ദിയുണ്ട്. പക്ഷേ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, പാർട്ടിയുടെ നേതൃത്വമാണ്. ആ നിലയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതേ സംബന്ധിച്ചൊരു അഭിപ്രായമാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് വളരെ അടിയന്തരമായി ഈ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് അടിയന്തരമായിട്ടുള്ള ഒരു തിരുത്തൽ ആവശ്യമാണ്. ജോസഫ് വിഭാഗം എംഎൽഎമാരായ മോൻസ് ജോസഫ്, ടി യു കുരുവിള എന്നിവരുമായി പി ജെ ജോസഫ് നേരത്തെ കൂടിക്കാഴ്ച നടത്തി.
ഇടുക്കി സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം തുടരാനും അത് അനുവദിക്കാത്ത പക്ഷം സൗഹൃദ മത്സരത്തെക്കുറിച്ച് ആലോചിക്കാനും ധാരണയായതായാണ് സൂചന. മീഡിയ 1 കൊച്ചി. ഇടുക്കി സീറ്റ് കോൺഗ്രസിന്റേതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സ്ഥാനാർത്ഥിയാരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും സുധീരൻ ഇടുക്കിയിൽ പറഞ്ഞു. പാർട്ടി ഹൈക്കമാൻഡ് മത്സരിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായി മത്സരിക്കും. ഇടുക്കി കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, കോൺഗ്രസ്സാണ് മത്സരിച്ച് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. സ്ഥാനാർത്ഥി ആര് എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ മൂന്നാം മുന്നണിയുടെ നിർണായക യോഗം ഡൽഹിയിൽ ചേർന്നു. മൂന്നാം ബദൽ യാഥാർത്ഥ്യമായെന്ന് പ്രകാശ് കാരാട്ട് യോഗശേഷം വ്യക്തമാക്കി. അഴിമതി വിരുദ്ധ മതേതര സർക്കാർ രൂപീകരിക്കും. മോദി മാറിയാലും BJP പിന്തുണയ്ക്കില്ലെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രകാശ് കാരാട്ട് വിശദീകരിച്ചു. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അടക്കം 11 പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ആരാകും, പൊതുമിനിമം പരിപാടി എന്താണ് തുടങ്ങിയ തർക്കവിഷയങ്ങളിലൊന്നും തീരുമാനമെടുക്കാതെയാണ് മൂന്നാം ബദൽ രൂപവത്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതൊക്കെ സംസ്ഥാനത്ത് സീറ്റ് ധാരണയുണ്ടാകും എന്നും തീരുമാനിച്ചിട്ടില്ല. ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം, ജനോന്മുഖ വികസനം എന്നിവയിൽ ഉറച്ചുനിന്ന് കോൺഗ്രസിനും BJPക്കും ബദൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ 11 പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. അഴിമതി അവസാനിപ്പിച്ച് ജനാധിപത്യവും സുതാര്യതയും ശക്തിപ്പെടുത്തുക, സമൂഹത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയും തിരിച്ചറിഞ്ഞ് മതേതരത്വത്തെ സംരക്ഷിക്കുക, കൃഷി, സാമൂഹ്യനീതി, സ്ത്രീ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിച്ച് ജനകേന്ദ്രീകൃത വികസനം കൊണ്ടുവരിക, എല്ലാ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന യഥാർത്ഥ ഫെഡറലിസം പുനഃസ്ഥാപിക്കുക എന്നീ 4 പരിപാടികളാണ് മൂന്നാം ബദൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനിയൊരിക്കലും BJPയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ പറഞ്ഞു. और वापस बीजेपी के साथ किसी भी प्रकार के संबंध की बात को छोड़ दीजिए, उसकी कोई गुंजाइश नहीं. കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യേണ്ടതാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് പറഞ്ഞു. अभी तो शुरुआत है, इसके बाद अभी 11 दल हैं और हो सकता 15 दल हो जाए. जब 15 दल हो जाएंगे तब सभी नेता बैठ करके नाम भी हो जाएगा, कार्यक्रम भी हो जाएगा. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന കൂടുതൽ പാർട്ടികൾ ഈ സഖ്യത്തിലേക്ക് എത്തണം എന്ന് ആഹ്വാനം ചെയ്താണ് യോഗം പിരിഞ്ഞത്. കോൺഗ്രസിനും BJPക്കും ബദലായി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അഴിമതി വിരുദ്ധതയിലും ഉറച്ചു നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ധാരണയിലാണ് 11 പാർട്ടികൾ പിരിഞ്ഞിരിക്കുന്നത്. ഡൽഹിയിലെ ത്രിപുര ഭവനിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ഹരി വി നായർക്കൊപ്പം D ശ്രീജിത്ത്, മീഡിയ 1. കൂറുമാറിയ MLA-മാരിൽ ഭൂരിഭാഗവും തിരിച്ചെത്തിയതോടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. പാർട്ടിയിൽ തിരിച്ചെത്തിയ MLA-മാരെയും കൂട്ടി ലാലു ബീഹാർ അസംബ്ലിയിലേക്ക് മാർച്ച് നടത്തി. ലാലു തെരുവിലിറങ്ങിയതോടെ കൂറുമാറ്റ വിവാദം നിതീഷിന് തിരിച്ചടിയാവുകയാണ്. കൂറുമാറിയ MLA-മാരുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് RJD ചീഫ് വിപ്പ് രാകേഷ് കുമാർ എന്ന സാമ്രാട്ട് ചൌധരി സ്പീക്കർക്ക് കത്ത് നൽകുകയായിരുന്നുവെന്നാണ് തിരിച്ചെത്തിയവർ കുറ്റപ്പെടുത്തിയത്. ഇതോടെ മറുകണ്ഠം ചാടിയ RJD MLA-മാരിൽ 4 പേർ അയോഗ്യരാവും. ഇവരെ പ്രത്യേക ബ്ലോക്കായി അംഗീകരിച്ച സ്പീക്കർ ഉദിത് നാരായണ ചൌധരിയുടെ വീടിന് നേരെ RJD മാർച്ച് നടത്തിയതായും മാർച്ചിനിടെ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാന അസംബ്ലിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നിതീഷ് കുമാർ കുതിരക്കച്ചവടം നടത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് ലാലു പ്രസാദ് യാദവ് കുറ്റപ്പെടുത്തി. അതേസമയം സ്പീക്കറുടെ തീരുമാനവുമായി സർക്കാരിന് ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഡൽഹിയിൽ വ്യക്തമാക്കി. स्पीकर को संविधान के अंतर्गत अधिकार दिए हुए हैं और स्पीकर पर न कोई दबाव डाल सकता है और न स्पीकर पर किसी का दबाव पड़ सकता है. कुछ मामलों में निर्णय लेने के लिए स्पीकर ही एकमात्र अथॉरिटी है. 4 കോൺഗ്രസ് അംഗങ്ങളുടെയും 3 സ്വതന്ത്രരുടെയും പിന്തുണയോടെ ഭരണം നിലനിർത്തുന്ന JDU സർക്കാർ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കോൺഗ്രസിന്റെ അടുത്ത നീക്കത്തെ ആശ്രയിച്ചാണ് സർക്കാരിന്റെ ഭാവി. മുസ്ലിം നേതാവ് ജാവേദ് ഇക്ബാൽ അൻസാരിയും കൊയേരി നേതാവ് സാമ്രാട്ട് ചൌധരിയും JDUവിൽ എത്തിയത് മാത്രമാണ് നിതീഷിന്റെ ഇപ്പോഴത്തെ നേട്ടം. അതേസമയം 5 മുസ്ലിം MLA-മാരിൽ 3 പേരും RJDയിൽ തിരികെ എത്തിയതോടെ RJDക്ക് തന്നെയാണ് മോദി വിരുദ്ധ പോരാട്ടത്തിൽ മേൽക്കൈ നേടാനായത്. BJPയിലേക്കുള്ള ചുവടുമാറ്റം ഇനിയും തുറന്നു പറയാത്ത പാസ്വാന്റെ നീക്കമാകും ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നണി ബന്ധത്തിൽ നിർണായകമാവുക. മീഡിയ 1 ഡൽഹി.
മുസ്ലിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ സന്നദ്ധമാണെന്നും എന്നാൽ അത്തരമൊരു വീഴ്ചയും ബിജെപിക്ക് സംഭവിച്ചിട്ടില്ലെന്നും ദേശീയ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ബിജെപി വർഗീയമാണെന്നത് കോൺഗ്രസിന്റെ പ്രചാരണമാണെന്നും ഡൽഹിയിൽ സംഘടിപ്പിച്ച ന്യൂനപക്ഷ കൺവെൻഷനിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബിജെപിയുടെ മൈനോറിറ്റി മോർച്ച മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന പേരിൽ പ്രത്യേക ശില്പശാല ഡൽഹിയിൽ വിളിച്ചു ചേർത്തത്. യഥാർത്ഥ വർഗീയ കക്ഷി കോൺഗ്രസ് ആണെന്നും അവർ ബിജെപിക്ക് മേൽ വർഗീയത ആരോപിക്കുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത ബിജെപി ദേശീയ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹിന്ദുത്വം എന്നത് ഒരു ജീവിതരീതി മാത്രമാണെന്നും ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിലുള്ള സംവരണം പൂർണ്ണമായി നിർത്തലാക്കി എല്ലാ മതങ്ങളിലെയും പാവപ്പെട്ടവർക്ക് സംവരണം നൽകണമെന്നാണ് ബിജെപിയുടെ നിലപാടെന്നും राजनाथ सिंह व्यक्तमाकी. इस देश का कि मुस्लिम समाज के ज़हन में यह बात बैठा दी गई है कि भारतीय जनता पार्टी यह अछूत है. मैं कांग्रेस के लोगों से पूछना चाहता हूं, आप तो यह बताओ क्यों तुम्हारे 55 इयर्स 55 वर्षों की हुकूमत के बावजूद आज ये मुसलमान क्यों गरीब हो रहा है? हम ये कहते हैं चाहे हिंदू हो, चाहे मुसलमान हो, चाहे ईसाई हो, जो भी गरीब है उसे आरक्षण दिया जाना चाहिए, उसे ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ പാർട്ടിയുമായി നല്ല ബന്ധം പുലർത്തിയാൽ അവർക്ക് പാർട്ടി നേതൃത്വത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്തും മികച്ച അവസരങ്ങൾ നൽകാൻ ബിജെപി തയ്യാറാണെന്ന് ജനറൽ സെക്രട്ടറി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. നിലവിൽ നിയമനിർമ്മാണ സഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോൺഗ്രസ് നൽകുന്നതിനേക്കാൾ പ്രാതിനിധ്യം ബിജെപി നൽകുന്നുണ്ടെന്ന് ഇരു നേതാക്കളും അവകാശപ്പെട്ടു. ടി കെ ഹരീഷ്, മീഡിയ 1, ഡൽഹി. പോളിംഗ് ബൂത്തിൽ ഇടവേള.